ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചപ്പാത്തിയിലൊരു പുതുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ചക്കയുടെയൊക്കെ സീസണാണ്. ചക്കക്കുരു ധാരാളം ഉണ്ട്. ചക്കക്കുരു ഉപയോഗിച്ചൊരു ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് നോക്കാം. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു പാട കളഞ്ഞ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇത് കുക്കറിലിട്ട് ഒരു വിസിലെണ്ണ അടിച്ചേക്കുന്നത്. എന്നിട്ടത് നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലത് വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെള്ളം ചേർക്കാതാണ് കുഴയ്ക്കുന്നത്. ഈ പേസ്റ്റാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ പേസ്റ്റ് എടുക്കുമ്പോൾ ഒന്നിച്ചൊഴിക്കരുത്. മാവ് കുഴയുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിനി ഇതൊന്ന് ചക്കക്കുരുവിനകത്ത് ഞാൻ ചെറുതായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് മാവ് കുഴയ്ക്കുമ്പോഴും നല്ലപോലെ മയം വരുന്ന അത്രയും സമയം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. എങ്കിലേ നമുക്ക് പലഹാരത്തിന് രുചി വരുത്തുള്ളൂ. ഒരു 10 മിനിറ്റ് നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി വീണ്ടും ഒന്നുകൂടൊന്ന് കുഴച്ചെടുക്കാൻ നോക്കാം. നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം. എല്ലാം നമ്മൾ ഒരേ അളവിലാക്കി എടുത്തിട്ടുണ്ട് മാവ്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഷേപ്പിലാക്കി എടുക്കാൻ. കണ്ടില്ലേ, ഇനി ഇതുപോലെ എല്ലാം ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പം ചെയ്യാൻ നോക്കും. ഇങ്ങനെ ബോളാക്കി എടുത്തിട്ട് നമുക്ക് പരത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പരത്തിയെടുക്കാൻ നോക്കും. ചപ്പാത്തിക്കായാലും പൂരിക്കായാലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമ്മളിത് പൊടിയിലിട്ടൊന്ന് പുറം തുടച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ബിഗിനേഴ്സിനൊക്കെ നല്ല ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ചപ്പാത്തിക്ക് ഷേപ്പില്ല എന്ന് പറയത്തില്ലേ, നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ ഞാനൊന്ന് കൈ കൊണ്ട് പരത്തിയെടുക്കാമല്ല. ഇനി നമുക്ക് റോൾ കൊണ്ട് പരത്തുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം. ബോൾസ് എല്ലാം നമ്മൾ പൊടി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. കണ്ടില്ലേ, അവിടെ കട്ട് ചെയ്യാനൊന്നും പോകണ്ട. നല്ല വൃത്തിയായിട്ട് നമുക്ക് പരന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഈ ചപ്പാത്തി വൈകുന്നേരം വരെ ഇരുന്നാലും മയം പോകുന്നില്ല. നമ്മൾ നല്ല ടേസ്റ്റ് കിട്ടും. പൊള്ളി ഇളകി കണ്ടുണ്ട് നല്ലതുപോലെ പൊള്ളുന്നുണ്ട്. അത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതൊരു കരിവായിപ്പോവും. അതുപോലെ നമ്മൾ ചപ്പാത്തി ഇടുമ്പോൾ 1-2 കാര്യം ശ്രദ്ധിച്ചാൽ ചപ്പാത്തി നല്ല ടേസ്റ്റാവും. ഒന്നാമത് അത് നന്ന വൃത്തിയായിട്ട് മാവ് കുഴയ്ക്കുക, കൈ കൊണ്ട് പ്രസ് ചെയ്ത് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കും. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. എല്ലാവരും ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക. നമുക്ക് ബാക്കി ഇനി ഇത് ചുട്ടെടുക്കാം. നമ്മൾ അരമണിക്കൂറിന് മുമ്പ് മാവ് കുഴയ്ക്കാനിടുക. കുഴച്ച് നല്ല മയമായതിന് ശേഷം പരത്താൻ തുടങ്ങും. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എണ്ണയൊന്നും ഉപയോഗിക്കേണ്ടാത്തവർക്കും നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിട്ട് എടുക്കാൻ നോക്കും. ഇങ്ങനെ എടുക്കാം. ആദ്യം ഒന്ന് ചൂടാകുമ്പോഴേ തന്നെ നമ്മൾ തിരിച്ചിടണം, നല്ല കരിഞ്ഞു പോകത്തില്ല. എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ചപ്പാത്തി എന്ന് ആരും പറയത്തില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഏത് കറിയുടെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരുപോലെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാവുന്ന ഒരു ചപ്പാത്തിയാണ് ചക്കക്കുരു ചപ്പാത്തി. ഇതുവരെയും തിന്നിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവരൊക്കെ ഇച്ചിരി വെളുത്തുള്ളിയുടെ ചേർത്താൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.